പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, LDC LGS എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ 35 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10ാം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, അതേപോലെ 7ാം ക്ലാസ്സിലെ മണ്ണിൽ പൊന്നു വിളയിക്കാം, ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. 35 ചോദ്യങ്ങളാണ്. 35 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ നോക്കണം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണേത്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണേത്? ഉത്തരം കറുത്ത മണ്ണും എക്കൽ മണ്ണും. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ്. അടുത്ത ചോദ്യം, റാബി വിളകളുടെ വിത്തിറക്കുന്ന സമയമേത്? റാബി വിളകളുടെ വിത്തിറക്കുന്ന സമയമേത്? ഓപ്ഷൻസിൽ നവംബർ മധ്യത്തിൽ, മാർച്ച്, ഡിസംബർ, ജൂൺ. ഏതാണ് റാബി വിളകളുടെ വിത്തിറക്കുന്ന സമയം? ഉത്തരം നവംബർ മധ്യത്തിൽ, ശൈത്യകാല ആരംഭത്തിലാണ് റാബി വിളകൾ വിത്തിറക്കുന്നത്. അടുത്ത ചോദ്യം, നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണേത്? നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏത്? ഉത്തരം എക്കൽ മണ്ണാണ്. അടുത്ത ചോദ്യം, പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളേത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ബിയിൽ നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ്. സി പച്ചക്കറികൾ. ഡി പഴങ്ങൾ. ഏതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ? ഉത്തരം നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. അടുത്ത ചോദ്യം, എത്ര സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നിടത്താണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യം? എത്ര സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നിടമാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യം? ഉത്തരം 75 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏത്? ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏത്? ഉത്തരം നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. അടുത്ത ചോദ്യം, ലക്ഷദ്വീപ് ഓർഡിനറി ഏത് സസ്യ ഇനം ആണ്? ലക്ഷദ്വീപ് ഓർഡിനറി ഏത് സസ്യ ഇനം ആണ്? ഉത്തരം തെങ്ങാണ്. അടുത്ത ചോദ്യം, നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള താപനില എത്ര? നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള താപനില എത്ര? ഉത്തരം 24 ഡിഗ്രിക്ക് മുകളിൽ. അടുത്ത ചോദ്യം, ഖാരിഫ് വിളകളുടെ വിത്തിറക്കുന്ന സമയമേത്? ഖാരിഫ് വിളകളുടെ വിത്തിറക്കുന്ന സമയമേത്? ഉത്തരം ജൂൺ. മൺസൂണിൻ്റെ ആരംഭത്തിലാണ് നമ്മൾ ഖാരിഫ് വിളകൾ വിത്തിറക്കുന്നത്. അടുത്ത ചോദ്യം, ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ ഏത് സസ്യ ഇനം ആണ്? ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ ഏത് സസ്യ ഇനം ആണ്? ഉത്തരം തെങ്ങ്. അടുത്ത ചോദ്യം, റാബി വിളകളുടെ വിത്തിറക്കുന്ന സമയമേത്? റാബി വിളകളുടെ വിത്തിറക്കുന്ന സമയമേത്? ഉത്തരം നവംബർ മധ്യത്തിൽ, അതായത് ശൈത്യകാല ആരംഭത്തിലാണ് റാബി വിളകളുടെ വിത്തിറക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സുഗന്ധവിള അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ സുഗന്ധവിള അല്ലാത്തത് ഏത്? ഉത്തരം കാപ്പിയാണ്. അടുത്ത ചോദ്യം, സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതി ഏതാണ്? സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതി ഏതാണ്? ഉത്തരം കായിക പ്രജനനം. അടുത്ത ചോദ്യം, ശ്വേത ഏത് വിളയുടെ സങ്കര ഇനമാണ്? ശ്വേത ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം വഴുതന. അടുത്ത ചോദ്യം, പവിത്ര ഏത് വിളയുടെ സങ്കര ഇനമാണ്? പവിത്ര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം നെല്ലാണ്. അടുത്ത ചോദ്യം, എത്ര സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നിടമാണ് ചണം കൃഷിക്ക് അനുയോജ്യം? എത്ര സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നിടമാണ് ചണം കൃഷിക്ക് അനുയോജ്യം? ഉത്തരം 150 സെൻറ്റിമീറ്ററിന് മുകളിലായിട്ട് മഴ കിട്ടണം. അടുത്ത ചോദ്യം, മാലിക ഏത് വിളയുടെ സങ്കര ഇനമാണ്? മാലിക ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം പയറാണ്. അടുത്ത ചോദ്യം, മരച്ചീനി, മധുരക്കിഴങ്ങ് എന്നിവയിൽ കാണപ്പെടുന്ന പ്രത്യുൽപാദന രീതി ഏതാണ്? മരച്ചീനി, മധുരക്കിഴങ്ങ് എന്നിവയിൽ കാണപ്പെടുന്ന പ്രത്യുൽപാദന രീതി ഏതാണ്? ഉത്തരം കായിക പ്രത്യുൽപാദനം. അടുത്ത ചോദ്യം, അർക്ക ഏത് വിളയുടെ സങ്കര ഇനമാണ്? അർക്ക ഏത് വിളയുടെ സങ്കര ഇനമാണ്? അർക്ക വെണ്ടയുടെ സങ്കര ഇനമാണ്. അടുത്ത ചോദ്യം, അന്നപൂർണ ഏത് വിളയുടെ സങ്കര ഇനമാണ്? അന്നപൂർണ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം നെല്ല്. അടുത്ത ചോദ്യം, ഉജ്ജ്വല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉജ്ജ്വല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉജ്ജ്വല പച്ചമുളകിൻ്റെ സങ്കര ഇനമാണ്. അനാമിക ഏത് വിളയുടെ സങ്കര ഇനമാണ്? അടുത്ത ചോദ്യം, അനാമിക ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം വെണ്ടയാണ്. അടുത്ത ചോദ്യം, ഹ്രസ്വ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഹ്രസ്വ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം നെല്ല്. അടുത്ത ചോദ്യം, മുക്തി ഏത് വിളയുടെ സങ്കര ഇനമാണ്? മുക്തി ഏത് വിളയുടെ സങ്കര ഇനമാണ്? തക്കാളി. ഉത്തരം തക്കാളിയാണ്. ഒരു പൂച്ചെടിയിൽ നിന്ന് പല നിറം പൂക്കൾ ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന രീതി. ഒരു പൂച്ചെടിയിൽ തന്നെ പല നിറം പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഉത്തരം ബഡ്ഡിംഗ് ആണ്. അടുത്ത ചോദ്യം, ഗംഗാബോന്തം ഏത് സസ്യ ഇനമാണ്? ഗംഗാബോന്തം ഏത് സസ്യ ഇനമാണ്? ഉത്തരം തെങ്ങ്.
അടുത്ത ചോദ്യം, ജ്വാലാമുഖി എന്ന വിത്തിനം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? ജ്വാലാമുഖി എന്ന വിത്തിനം ഏത് വിളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉത്തരം പച്ചമുളകാണ്. അടുത്ത ചോദ്യം, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം പയറ്. അടുത്ത ചോദ്യം, സൂര്യ ഏത് വിളയുടെ സങ്കര ഇനമാണ്? സൂര്യ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം വഴുതന. അടുത്ത ചോദ്യം, കൊമ്പ് ഒട്ടിക്കലിന് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ് ഏതാണ്? കൊമ്പ് ഒട്ടിക്കലിന് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടി ഏതാണ്? ഉത്തരം സ്റ്റോക്ക്. അടുത്ത ചോദ്യം, വിത്തിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതി ഏതാണ്? വിത്തിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതി ഏതാണ്? ഉത്തരം ലൈംഗിക പ്രത്യുൽപാദനം. അടുത്ത ചോദ്യം, കൊമ്പ് ഒട്ടിക്കലിൽ വേരോട് കൂടിയ ചെടിയിലേക്ക് ഒട്ടിക്കുന്ന കൊമ്പിനെ എന്ത് വിളിക്കുന്നു? കൊമ്പ് ഒട്ടിക്കലിൽ വേരോട് കൂടിയ ചെടിയിലേക്ക് ഒട്ടിക്കുന്ന കൊമ്പിനെ എന്ത് വിളിക്കുന്നു? ഉത്തരം സയൺ. അടുത്ത ചോദ്യം, ഭാഗ്യലക്ഷ്മി ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഭാഗ്യലക്ഷ്മി ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം പയറ്. അടുത്ത ചോദ്യം, കിരൺ ഏത് വിളയുടെ സങ്കര ഇനമാണ്? കിരൺ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം വെണ്ടയാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ. 35 ചോദ്യങ്ങൾ ആയിട്ടുണ്ട്. ഈ 35 ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് മണ്ണിൽ പൊന്നുവിളയിക്കാം, അതേപോലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നിങ്ങനെ 7-10 ക്ലാസ്സുകളിലെ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 35 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ 2 പാഠങ്ങളുടെയും, മണ്ണിൽ പൊന്നുവിളയിക്കാം അതേപോലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നീ 2 പാഠങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ ചാനലിനകത്ത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കിൻ്റെ ഡിസ്കഷനായിട്ട് കാണാം. അതുവരേക്കും ബൈ.